ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അവസാനമായി കളിച്ച മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിരുന്നു. പഞ്ചാബിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത്. വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വിജയമാണ്. കാരണം സമീപകാലത്ത് തുടർ തോൽവികൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൽ നിന്നൊരു മോചനമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല എവേ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം 9 പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ പോലും വഴങ്ങേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷൊക്കെ മികച്ച പ്രകടനം മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് .com സംസാരിച്ചിരുന്നു. അതായത് ഈ ഒരു വിജയത്തിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റാൻ ശ്രമിക്കും എന്നാണ് സച്ചിൻ സുരേഷ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വിജയത്തിനായി ശ്രമിക്കുമെന്നും ഇപ്പോൾ ഈ ഒരു ഗോൾ കീപ്പർ പറഞ്ഞിട്ടുണ്ട്. സച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സീസണിൽ ഉടനീളം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ ഞങ്ങളെ ദൈവം സഹായിച്ചിരിക്കുന്നു. ഒരു ടീം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ഒരു മത്സരം വിജയിച്ച് കയറിയത്. ഞങ്ങൾക്ക് 2 പേരുടെ കുറവുണ്ടായിരുന്നു. എന്നാലും അവസാനം വരെ ഞങ്ങൾ ഒരു ടീമായി പോരാടി. ഞങ്ങൾ പോസിറ്റീവുകൾ കണ്ടെത്തുകയും എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവാക്കി മാറ്റുകയും ചെയ്തു. അടുത്ത മത്സരത്തിലും വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരിക്കും. ഇതാണ് ഇപ്പോൾ സച്ചിൻ സുരേഷ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഒഡീഷ FC ആണ്. ജനുവരി 13-ാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക. ഒഡീഷയും അത്ര മികച്ച ഫോമിൽ ഒന്നുമല്ല ഇപ്പോൾ കളിക്കുന്നത്. 14 മത്സരങ്ങൾ കളിച്ചിട്ട് അവർക്ക് 5 വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.